സിനിമയിലെ ലഹരി ഉപയോഗം പിടിച്ചുകെട്ടാൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും രംഗത്ത്. NCBയുടെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകളുടെ യോഗം ചേർന്നു. ആദ്യമായാണ് ഈ വിഷയത്തിൽ NCB സിനിമാ സംഘടനകളുടെ യോഗം വിളിച്ചത്. അമ്മ, ഫെഫ്ക, മാക്ട, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുത്തു. ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് വളരെയധികം തെറ്റാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നമ്മുടെ സൊസൈറ്റിയോട് നമുക്ക് എല്ലാവർക്കും, ഈ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് അനുസരിച്ച് വേണം നമ്മളെല്ലാവരും ജീവിക്കാനല്ലേ. നമ്മൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ അത് നമ്മളെല്ലാവരും അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളെപ്പോഴും ലോയുടെ കൂടെയാണ് നിൽക്കുക, നമ്മളെപ്പോഴും സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുക. നമ്മുടെ സൊസൈറ്റി നന്നായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. NCB വിളിച്ചത് കേരളത്തിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ച് NCBക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ അവർ ബ്രീഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചത്. പരിശോധന തീർച്ചയായിട്ടും ഉണ്ടാവും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് NCB നടത്തിയിരിക്കുന്നത്. ഇതിൽ മുഴുവൻ സിനിമാ സംഘടനകളും പിന്തുണ അറിയിക്കുകയല്ലേ? പോലീസും എക്സൈസും ഒക്കെ മലയാള സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടത്തുന്നതിനിടയിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. അവരൊരു യോഗം ആദ്യമേ തന്നെ വിളിപ്പിച്ചിരിക്കുന്നു. അമ്മയും അതോടൊപ്പം ഫെഫ്കയും മാക്ടയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ചില നിർദ്ദേശങ്ങളാണ് NCB നൽകിയത്. പ്രത്യേകിച്ച് ഈ ബോധവൽക്കരണം സിനിമാ പ്രവർത്തകർക്കിടയിൽ വർദ്ധിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്തെ കേസുകളെല്ലാം ഞങ്ങൾക്ക് മുൻപിലുണ്ട്. സിനിമാ മേഖലയിലെ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ വിവരങ്ങളടക്കം ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അവർ ഈ സിനിമാ സംഘടനകളോട് വ്യക്തമാക്കിയത്. സിനിമാ സംഘടനകളെല്ലാം തന്നെ പൂർണ്ണ പിന്തുണ NCBയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസും NCBയും എക്സൈസും ഒക്കെ ചേർന്നൊരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ലൊക്കേഷനുകളിലടക്കം പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ അത്തരത്തിലുള്ള ആലോചനയുണ്ട്. ഇപ്പോൾ NCB നേരിട്ടിറങ്ങിയ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു സാധ്യത വർദ്ധിച്ചു വരുന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ദിവസം മുമ്പാണ് NCBയുടെ കൊച്ചി ആസ്ഥാനത്ത് യോഗം ചേർന്നത്. സിനിമാ സംഘടനകളെല്ലാം പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് സംവിധായകർക്കും അതോടൊപ്പം തന്നെ നടന്മാർക്കുമെതിരെ എടുത്ത ലഹരി കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടാൻ NCB നിർബന്ധിതരായത്. ആ യോഗത്തിൽ ചില കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അവർ ഈ സിനിമാ സംഘടനകളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ NCB ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് മുതിർന്നാൽ അതിന് പൂർണ്ണ പിന്തുണ ലൊക്കേഷനിലടക്കം നൽകാൻ ഈ സംഘടനകൾ തയ്യാറാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അനുജ, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം പിടിച്ചുകെട്ടാനാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്ന് അവരുടെ ആസ്ഥാനത്താണ് യോഗം നടന്നത്. എല്ലാ സിനിമാ സംഘടനകളും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു.